നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്കിനാൽ, ഞാൻ എടുത്തൊരു നിലപാടിനാൽ സങ്കടപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടാകില്ലേ? അങ്ങനെയില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കത്തില്ലേ? അങ്ങനെ ഒരാളെ വിളിച്ചിട്ട്, അതെ അന്ന് എൻ്റെ പൊട്ടബുദ്ധിയിൽ, എൻ്റെ ഈ പൊട്ടനാവ് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി, എനിക്കറിയാം നിനക്കത് സങ്കടമായി മാറിയെന്ന്, നിന്നെ സങ്കടപ്പെടുത്താൻ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ലായിരുന്നു, പക്ഷെ സങ്കടമായി പോയി, അതങ്ങ് പുറത്തേക്ക്, എന്നോടൊന്ന് ക്ഷമിച്ചേക്ക് എന്ന് വെച്ചാൽ, അപമാനിതനാക്കാൻ ഇഷ്ടപ്പെടാത്ത യൗസേപ്പിൻ്റെ പുറകെ നടക്കുന്ന നമ്മൾ മുൻപെപ്പോഴും അപമാനിച്ചവരോട് ഇന്ന് മാപ്പ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടി യൗസേപ്പിനോട് അടുക്കും. യൗസേപ്പിനോട് അടുത്താൽ നമ്മൾ ഈശോയോട് അടുക്കും. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക് അതാണ്. മുൻപെപ്പോഴോ ഞാൻ മൂലം ഇൻസൾട്ടഡ് ആയിട്ടുള്ള, എൻ്റെ വാക്ക്, നോട്ടം, പ്രവൃത്തി മൂലം ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരാളെയെങ്കിലും ഓർത്തെടുത്ത് നമുക്ക് ആ കാര്യമൊന്ന് മെൻഷൻ ചെയ്ത് പുറത്തേക്ക്, ക്ഷമിച്ചേക്ക് എന്നൊന്ന് പറഞ്ഞ അവസ്ഥ, ഒരു പക്ഷേ ഒരൊറ്റ പറച്ചിലിൽ അവിടെ